ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പായസം ഉരുളിയിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ചുവട് കട്ടിയുള്ള നല്ല കനമുള്ള പാത്രം എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പായസം ഉരുളിയാണ്. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്യൂർ ബ്രോൺസിന്റെ ഉരുളിയാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ ബ്രാൻഡ് ആയിട്ടുള്ള റോഷ് കുക്ക്വെയർസ് എന്ന് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഇതുപോലെയുള്ള ബ്രോൺസിന്റെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു അസറ്റ് ആയിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പൊ അതെ, ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്ത് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഓവർ കുക്ക് ആയി പോവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഏകദേശം ഒരു 350-400 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പല അമ്പലങ്ങളിലും പ്രസാദമായിട്ട് ഈ ഒരു നെയ്പായസമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതിലെ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇച്ചിരി മധുരം കൂടുതലാണെങ്കിലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പായസം ഉരുളി നിങ്ങൾക്ക് ചെന്നൈയിലുള്ള റോഷ് കുക്ക്വെയർസ് നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് വേണ്ടവർ യെസ് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി.